ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ. ഇന്നും നമുക്ക് കേരള PSCയുടെ UP സ്കൂൾ ടീച്ചർ അസിസ്റ്റൻറ്റിൻ്റെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ സോഷ്യൽ സയൻസിൽ സ്പെഷ്യലൈസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ UP ടീച്ചർ ആയതുകൊണ്ട് സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇന്നത്തെ ചോദ്യം: കേരള നവോത്ഥാന നേതാക്കൾ ആരൊക്കെ, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ? ഇത് UP ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഈ ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം, സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കതിന് ഉത്തരം പറയാം. കുറച്ച് ഫേമസ് ആയിട്ടുള്ള കേരള നവോത്ഥാന നേതാക്കൾ പഠിച്ചു വെക്കാം കേട്ടോ. അവരുടെ പ്രധാന പ്രവർത്തനങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി, TK മാധവൻ, ഇവരെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്താണ് നവോത്ഥാനം എന്നുകൂടി നോക്കാം. കേരള നവോത്ഥാനം സമൂഹത്തിലെ അസമത്വങ്ങൾ നീക്കാനും വിദ്യാഭ്യാസം, സമത്വം, മതസഹിഷ്ണുത, സാമൂഹിക നീതി എന്നിവ വളർത്താനും വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേരള നവോത്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയിട്ട ആളാണ്. അരിപ്പാട്, വയൽവില്ലിക്കൽ തുടങ്ങിയ ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ശുദ്ധജലവും വിദ്യാഭ്യാസവും സമൂഹത്തിന് പ്രാപ്യമാക്കി നൽകിയത് അദ്ദേഹമാണ്, ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും ഡേറ്റും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനാണെങ്കിൽ ആവശ്യമുള്ളൂ. നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ, കാരണം ഒരു ഇൻ്റർവ്യൂ പാനൽ കൂടുതൽ സമയം നമുക്ക് ഉത്തരം പറയാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഉത്തരം ഏതാണോ അതിൽ നിന്നാണ് അടുത്ത ചോദ്യങ്ങളും വരാനുള്ള ചാൻസ്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രൊഫൈൽ എടുത്ത് പഠിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒരു ജാതി, ഒരു മതം ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട്സാണ് അദ്ദേഹത്തിൻ്റെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത്. ആ സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. ഹരിപ്പാട്, വയൽവില്ലിക്കൽ, ഹരിപ്പാടല്ല കേട്ടോ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഹരിപ്പാടാണ്. ഹരിപ്പാട്, വയലില്ലിക്കൽ തുടങ്ങിയ ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ശുദ്ധജലവും വിദ്യാഭ്യാസവും സമൂഹത്തിന് പ്രാപ്യമാക്കി നൽകി. മറ്റൊരു കേരള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയ്ക്കെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി സംസാരിച്ചു. പുരാതന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ച് സമൂഹത്തിൽ മാറ്റത്തിന് നേതൃത്വം നൽകി. അദ്ദേഹം പുരാതന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചതുകൊണ്ടാണ് സമൂഹത്തിൽ ഓരോ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ കൊണ്ടാണ് അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവന്നത്. മറ്റൊരാൾ അയ്യങ്കാളിയാണ്. നമുക്കറിയാം, ശൂദ്രവർഗ കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശത്തിനായിട്ടാണ് അദ്ദേഹം പോരാടിയത്. കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി സമരങ്ങൾ നടത്തി. വില്ലുവണ്ടി സമരം, ഫേമസ് ആയിട്ടുള്ള സമരം വില്ലുവണ്ടി സമരം, പുലയാർ പള്ളി സമരം തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, കുട്ടികൾക്ക് ശൂദ്രവർഗ, അതായത് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ അവകാശത്തിനായിട്ട് പോരാടി. കർഷക സമരം അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായിട്ട് സമരങ്ങൾ നടത്തി. വില്ലുവണ്ടി സമരം, പുലയാർ പള്ളി സമരം തുടങ്ങിയവ സംഘടിപ്പിച്ചു. മറ്റൊരു നമുക്കറിയാവുന്ന ഒരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം സ്ഥാപിച്ചതാണ്. മതപരവും സാമൂഹികവുമായ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുകയുണ്ടായി വാഗ്ഭടാനന്ദൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മറ്റൊരാൾ. സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് തന്നെ. മതപരമായ സഹിഷ്ണുതയ്ക്കും വിദ്യാഭ്യാസത്തിനും പ്രചോദനമായിട്ടുണ്ടായിരുന്നു. മറ്റൊരു നവോത്ഥാന നായകനാണ് TK മാധവൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അദ്ദേഹമാണ് പ്രചരിപ്പിച്ചത്.
വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് ടി.കെ. മാധവൻ. അപ്പോൾ ഇത്രയും ആളുകളാണ് പ്രധാനപ്പെട്ട കേരള നവോത്ഥാന നായകർ. ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, വക്കം മുഹമ്മദ് ഖാദർ മൗലവി, ടി.കെ. മാധവൻ തുടങ്ങിയവർ. കേരള നവോത്ഥാന നേതാക്കൾ ജാതി നിരോധനം, വിദ്യാഭ്യാസ വികസനം, സ്ത്രീ ശാക്തീകരണം, മതസഹിഷ്ണുത എന്നിവയ്ക്ക് നേതൃത്വം നൽകി കേരളത്തെ ഒരു പുരോഗമന സമൂഹമാക്കാൻ ഇവരുടെയൊക്കെ ഈ നേതൃത്വപരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.